മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു 4 മണി പലഹാരമാണ്. പെട്ടെന്ന് തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. ചവ്വരി വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു വട മാതിരിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് ചവ്വരി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 3-4 മണിക്കൂർ കുതിരാനായിട്ട് വെള്ളമൊഴിച്ച് വെക്കണം. അരയ്ക്കേണ്ട ആവശ്യമില്ല, അത് നന്നായി കുതിർത്തിയെടുക്കാം. അതിനായിട്ട് ഞാൻ അതൊരു വേറെ ബൗളിലേക്ക് മാറ്റി ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 6 മണിക്കൂർ അവിടെ ഇരിക്കട്ടെ. ഇതുപോലെ ആദ്യം 2-3 പ്രാവശ്യം ഇതുപോലെ കഴുകിയ ശേഷം വേണം പിന്നീട് വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് വയ്ക്കാൻ. 6 മണിക്കൂറിന് ശേഷം നമ്മുടെ ചവ്വരി നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഊറ്റി വെച്ചതാണത്. നമ്മൾ കൈ കൊണ്ട് പതുക്കെ പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ പൊടിഞ്ഞ് കിട്ടണം. അതാണ് ഇതിൻ്റെ പാകം. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടി വേണം. ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ച് തൊലി കളഞ്ഞെടുത്തതാണിത്. പിന്നെ ഒരു സവോള വേണം, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക്, പിന്നെ ഒരു പിടി മല്ലിച്ചപ്പ്, ഒരു തണ്ട് കറിവേപ്പില. ഇനി ഇതെല്ലാം കൂടി ഒന്ന് അരിഞ്ഞ് എടുക്കണം. ഇനി ഇതെല്ലാം കൂടി ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കണം. ചവ്വരി നന്നായി വെള്ളം വാർന്ന് കിട്ടിയിട്ടുണ്ട്. വെള്ളം നല്ലപോലെ വലിഞ്ഞ ശേഷം വേണം ഇത് ബൗളിലേക്ക് മാറ്റാൻ. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചിരണ്ടി എടുക്കണം. കുനുകുന അരിഞ്ഞെടുത്താലും മതി, പക്ഷെ ഒന്നും കൂടി നന്നായിട്ടുണ്ടാവുക ഇതുപോലെ ചിരകിയെടുത്താലാണ്. ഇനി നമുക്കിതിൽ ഓരോന്നും അരിഞ്ഞു വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് വലുപ്പത്തിനനുസരിച്ചിട്ട് മതി ഇതിലേക്ക് ചിരകി ചേർക്കുന്നത്. ഞാൻ വലിയതായതുകൊണ്ടാണ് കുറച്ച് ബാക്കി വെച്ചത്. ചെറുതാണെങ്കിൽ മൊത്തമായിട്ടും ചേർത്ത് കൊടുക്കാം. കുനുകുനുന്നൻ അരിഞ്ഞിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുത്തു, മല്ലിയിലയും ചേർത്ത് കൊടുത്തു, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്. ഇതുപോലെ നമ്മളെല്ലാം കുഞ്ഞു കുഞ്ഞായിട്ടാണ് അരിഞ്ഞ് ചേർക്കേണ്ടത്. ഇനി അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ ടീസ്പൂണിന് 1 ടീസ്പൂൺ പെരിഞ്ജീരകം മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തു. പിന്നീട് ഇതിലേക്ക് ഇടുന്നത് കടലമാവിൻ്റെ പൊടിയാണ്. അതൊരു 1.5 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ 1 ടീസ്പൂൺ മൈദ കൂടി ചേർത്തു. ഇനി എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കുന്നതിൻ്റെ മുന്നേ എരിവിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തു. മുളക് പൊടി നമുക്ക് എത്ര എരിവ് വേണോ അത്രയും ചേർത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്യണം. പിന്നെ വേണ്ടത്ര ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ഇതിൽ ചേർത്തിട്ടില്ല. ഈ പൊടികളൊക്കെ നന്നായി മിക്സ് ചെയ്ത ശേഷം വേണ്ടത്ര ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത ശേഷം നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ കൂടുതൽ വെള്ളമാവരുത്. ഇത് നമുക്ക് നല്ല ഉരുട്ടിയെടുക്കുമ്പോൾ നല്ല പാകമാവണം. അതുപോലെ തന്നെ വല്ലാതെ ഡ്രൈ ആയിട്ടും ഇരിക്കരുത്. ഇനി നമുക്ക് അതിൻ്റെയൊക്കെ ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ കുറച്ച് പൊടികൾ ഒന്നല്ലെങ്കിൽ പൊടി ചേർത്ത് കൊടുക്കണം വെള്ളം കൂടിയാൽ. അല്ലെങ്കിൽ വെള്ളം കുറഞ്ഞു പോയി എന്ന് വിചാരിച്ചാൽ കയ്യിലൊരു ലേശം എണ്ണ തടവിയിട്ട് അതൊന്ന് കുഴച്ച് കൊടുത്താൽ മതിയാവും. നമുക്ക് കയ്യിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്ന പാകത്തിലാണ് ഇത് കിട്ടേണ്ടത്. ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയിട്ട് വട പരത്തുന്ന പോലെ ചെറിയതായിട്ട് പരത്താം. നമുക്ക് ഉരുളകൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൈയൊന്ന് വാഷ് ചെയ്ത ശേഷം ഉരുട്ടിയെടുത്താൽ മതി. ഇതുപോലെ ഞാൻ ഏകദേശം ഈ വലുപ്പത്തിലാണ് പരത്തിയെടുക്കുന്നത്. ഇത്രയും മതി. ഇതുപോലെ വല്ലാതെ കനം കുറച്ച് പരത്തരുത്. ഇതുപോലെയാണ് പരത്തിയെടുക്കേണ്ടത്. ഇങ്ങനെ നമുക്ക് ആദ്യം ഒരു പ്ലേറ്റിലേക്ക് ഇത് പരത്തിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു 150 ഗ്രാം ചവ്വരിയാണ് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അളവ് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാം. അപ്പോൾ എല്ലാ സാധനത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും. ഇനി ഒരു പരന്ന പാത്രത്തിലാണ്, ഫ്രൈ പാനിലാണ് ഞാനിത് ചുട്ടെടുക്കുന്നത്. നമുക്കിത് ഒന്നിനോടൊന്ന് ടച്ച് ആവാതെ മൂപ്പിച്ചെടുക്കാൻ ഇതുപോലത്തെ ഒരു ഫ്രൈ പാനാണ് നല്ലത്. ഫ്രൈ പാൻ ചൂടായ ശേഷം വേണ്ടത്ര വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ഇതിന് കൂടുതൽ രുചി കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് എണ്ണയാണോ ഉള്ളത് വിചാരിച്ചാൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും. വെളിച്ചെണ്ണ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല.
എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് തീയൊരു ലേശം കുറച്ച് വയ്ക്കാം, ഗ്യാസിൻ്റെ ഫ്ലെയിം. അതിന് ശേഷം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. ഇത് വറുത്ത് കോരുന്ന സമയത്ത് ഇതിൻ്റെ ഉൾഭാഗം കുറച്ച് നമുക്ക് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് കുറച്ച് നേരം വേവിച്ചെടുക്കേണ്ടതുണ്ട്. ഇതിൻ്റെ 4 പുറം ഇതിങ്ങനെ കരിഞ്ഞ മാതിരി ആയാലും ഒട്ടും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല. ഉൾഭാഗം വെന്ത് കിട്ടണമെങ്കിൽ നന്നായിട്ടൊരു റെഡിഷ് കളർ തന്നെ വരണം, കരിഞ്ഞു പോകരുത്. പക്ഷേ നല്ലതായിട്ട് മൂത്ത് കിട്ടണം. ഒരു വിധം ഇതുപോലെ മൂത്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് മറിച്ചിടാം. ഇത്രയേ ആയാലൊന്നും വാങ്ങിയിടരുത്, കാരണം ഇതിൻ്റെ 4 പുറം കുറച്ച് കളറ് മാറുന്നതിനനുസരിച്ച് നമ്മൾ കരിഞ്ഞു പോയി എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് വാങ്ങിയെടുത്താൽ ഉൾഭാഗം വെന്ത് കിട്ടില്ല. പിന്നെ നമ്മൾ ചേർത്ത ഉരുളക്കിഴങ്ങാണ് ഉള്ളിൽ ഇത് നിൽക്കുക, അതുകൊണ്ട് കുറച്ച് സോഫ്റ്റായിട്ട് തന്നെയാണ് അതിൻ്റെ ഉൾഭാഗം ഉണ്ടാവുക. ഉരുളക്കിഴങ്ങ് നന്നായി വേവിച്ചിട്ടാണല്ലോ നമ്മളതിൽ ചീവി ചേർത്ത് കൊടുത്തത്, അതുകൊണ്ട് അത് വേവാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ആ നമ്മൾ ചേർത്ത് കൊടുത്ത പൊടിയാണ് ഒന്ന് വെന്ത് കിട്ടാനുള്ളത്. ഇതുപോലെ 2 സൈഡും മൂത്ത് കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങിയെടുക്കാം. ഇത്രയും മതി. ഇതുപോലെ നമുക്ക് എല്ലാതും ഉണ്ടാക്കിയെടുക്കാം. ഞാൻ 2-3 പ്രാവശ്യമായിട്ടാണ് പിന്നെ ഇത് വറുത്ത് കോരിയെടുത്തത്. അപ്പോൾ നമ്മുടെ സാബൂനരി വെച്ചിട്ടുള്ള ചൊവ്വരി വെച്ചിട്ടുള്ള വട ഇവിടെ തയ്യാറായി. ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ ഇതിന് സാബൂനരി എന്നൊരു പേരും കൂടി ഉണ്ട് ചൊവ്വരിക്ക്. ഇതുപോലെയാണ് മുറിച്ചാൽ നമുക്ക് കിട്ടുക. ഉൾഭാഗം നമ്മൾ വേവാത്തതായിട്ട് തോന്നും, പക്ഷേ ഇത് വെന്തതാണ്. നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ സോഫ്റ്റാവും. എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.